കഥകൾക്കൊപ്പം. കാട്ടിലെ കൂട്ടുകാർ. മരങ്ങൾ രഹസ്യങ്ങൾ മന്ത്രിക്കുകയും വർണ്ണാഭമായ പക്ഷികൾ ഉയരത്തിൽ പറക്കുകയും ചെയ്യുന്ന പച്ചപ്പ് നിറഞ്ഞ കാടിന്റെ ഹൃദയഭാഗത്ത് ഇണങ്ങി ജീവിക്കുന്ന ഒരു കൂട്ടം മൃഗങ്ങളുണ്ടായിരുന്നു. ഒരുമിച്ച് കളിച്ചും ചിരിച്ചും പരസ്പരം സഹായിച്ചും അവർ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. ആകാശത്തു നിന്നും പ്രഭാതകിരണം തന്റെ സ്വർണ്ണവിരലുകൾ കൊണ്ട് കാടിനെ പുൽകി ഉണർത്തുന്ന ഒരു സുപ്രഭാതത്തിൽ ഒരു ചെറിയ ശബ്ദം സഹായത്തിനായി നിലവിളിച്ചു. അത് എല്ല എന്ന ആനയായിരുന്നു. അവളുടെ വലിയ ചെവികൾ വീശിക്കൊണ്ട് അവൾ കരഞ്ഞു. അയ്യോ, എന്റെ സുഹൃത്ത് ടിമ്മി ആമ ഒരു കുഴിയിൽ വീണു. മൃഗങ്ങൾ എല്ലയ്ക്ക് ചുറ്റും കൂടി. അവരുടെ മുഖത്ത് ആശങ്ക നിറഞ്ഞു. ടിമ്മി ആമ ഇഴഞ്ഞു പോകുമ്പോൾ അബദ്ധത്തിൽ ആഴത്തിലുള്ള കുഴിയിൽ വീണു. ഇപ്പോൾ അവന് പുറത്തേക്ക് കയറാൻ പറ്റുന്നില്ല. നമുക്ക് ടിമ്മിയെ അവിടെ നിന്ന് രക്ഷിക്കണം, ലിയോ സിംഹം നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞു. നമുക്ക് ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ, ഗ്രെറ്റ ജിറാഫ് തന്റെ നീണ്ട കഴുത്ത് കുഴിയിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. നമ്മൾ സമർത്ഥരായിരിക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും വേണം. മൃഗങ്ങൾ പല വഴികൾ ആലോചിച്ചു തുടങ്ങി. ടോമി ടൂക്കൻ തന്റെ വർണ്ണാഭമായ ചിറകുകൾ ആവേശത്തോടെ വീശിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് ഉയരത്തിൽ പറക്കാനും കുഴി നന്നായി കാണാനും കഴിയും. മുകളിൽ നിന്ന് ടിമ്മിയെ സഹായിക്കാൻ എനിക്ക് ഒരു വഴി കണ്ടെത്താനാകും. നല്ല ആശയം, ടോമി എല്ല പറഞ്ഞു. അവനെ പുറത്തെടുക്കാൻ സഹായിക്കാൻ എനിക്ക് എന്റെ ശക്തമായ തുമ്പിക്കൈ ഉപയോഗിക്കാം. എന്നാൽ എല്ലയ്ക്ക് ടിമ്മിയിലെത്താൻ കഴിയാത്തത്ര ആഴത്തിലുള്ള കുഴിയായിരുന്നു. നമുക്ക് മറ്റൊരു വഴി കണ്ടെത്തിയേ പറ്റൂ, ഗ്രെറ്റ പറഞ്ഞു. തന്റെ മിടുക്കിന് പേരുകേട്ട റീത്ത റാക്കൂണിന് ഒരു ആശയം തോന്നി. നമുക്കൊരു പാലം നിർമ്മിച്ചാലോ? ടിമ്മിക്ക് ഇഴാൻ ഒരു പാലമുണ്ടാക്കാൻ മരച്ചില്ലകളും വള്ളികളും ഉപയോഗിക്കാം. അതെ, നമുക്ക് ഇത് ചെയ്യാം, അവർ ആക്രോശിച്ചു. കുരങ്ങുകൾ മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടി നീളമുള്ളതും ഉറപ്പുള്ളതുമായ ശാഖകൾ ശേഖരിച്ചു. കെട്ടിട നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ള അണ്ണാന്മാർ ശാഖകൾ നെയ്തെടുക്കാൻ അക്ഷീണം പ്രയത്നിച്ചു. വള്ളികളും ഇലകളും ഉപയോഗിച്ച് പാലം നിർമ്മിച്ചു. അതിനിടയിൽ ടോമി ടൂക്കൻ കുഴിയുടെ മുകളിൽ വട്ടമിട്ടു പറക്കുകയും ടിമ്മിയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അവിടെ നിൽക്കൂ ടിമ്മി, ഞങ്ങൾ ഏതാണ്ട് പൂർത്തിയാക്കി. പാലം ഒടുവിൽ തയ്യാറായി. ശ്രദ്ധാപൂർവം കുഴിയുടെ അരികിൽ വെച്ചു. ശരി ടിമ്മി, പതുക്കെ കയറി വരൂ. സഹായിക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട്, എല്ല പറഞ്ഞു. ടിമ്മി പതുക്കെ ഓരോ ചെറിയ ചുവടുകൾ വെച്ച് മുകളിലേക്ക് കയറി. മൃഗങ്ങൾ അവനെ പ്രോത്സാഹിപ്പിച്ചു. എല്ല അവളുടെ തുമ്പിക്കൈ കൊണ്ട് ആവശ്യമെങ്കിൽ പിടിച്ചു കയറ്റാൻ തയ്യാറായി നിന്നു. വളരെയധികം പരിശ്രമത്തിനും ശേഷം ടിമ്മി ഒടുവിൽ കുഴിയിൽ നിന്ന് പുറത്തുവന്നു. അവന്റെ ശരീരത്തിൽ ചെറുതായി പൊടിപിടിച്ചെങ്കിലും അവൻ പുഞ്ചിരിച്ചു. എല്ലാവർക്കും നന്ദി, നന്ദി നിറഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞു. തങ്ങളുടെ സുഹൃത്തിനെ സഹായിച്ചതിൽ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും മൃഗങ്ങൾ ആഘോഷിച്ചു. ലിയോ ആഹ്ലാദത്തോടെ അലറി. ഗ്രെറ്റ ജിറാഫ് ടിമ്മിക്ക് അവൾ ശേഖരിച്ച ചില രുചികരമായ പഴങ്ങൾ നൽകി. സൂര്യൻ അസ്തമിക്കുകയും കാട് സന്ധ്യയുടെ കുളിർമയിൽ കുളിക്കുകയും ചെയ്യുമ്പോൾ ഒരുമയോടെ പ്രവർത്തിച്ചാൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ മുകളിൽ നക്ഷത്രങ്ങൾ മിന്നിമറയുന്ന കാടിന്റെ ഹൃദയത്തിൽ മൃഗങ്ങളുടെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു. അവർ പുതിയ സാഹസികതകളും സൗഹൃദത്തിന്റെ ശക്തിയും സ്വപ്നം കണ്ടു ഉറക്കത്തിലേക്ക് വഴുതി വീണു.